അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് വേണ്ടി കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് വേണ്ടി കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അനിയത്തിയും ചേച്ചിയും മൂത്ത ആളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നാണ് പോകുന്നത്. ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്കൂട്ടിയിലാണ് പോകുന്നത്. ട്രിവാൻഡ്രത്ത് നമ്മുടെ ജയലക്ഷ്മി പോത്തീസ് അങ്ങനെ കുറേ ഷോപ്പുകൾ ലിസ്റ്റിലുണ്ട്. അപ്പോൾ എവിടെയാണെന്ന് കൺഫേം ആയിട്ടില്ല. അതായത് ജയലക്ഷ്മിയുടെ ഫ്രണ്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു, വലിയ രീതിയിലൊന്നും മഴയില്ലായിരുന്നു. ഞാനിവിടെ എത്തി, ജയലക്ഷ്മിയിലെത്തിയിട്ടുണ്ട്. അവരെത്തിയിട്ടില്ല, അവർ ഓൺ ദ വേ ആണ്. ഞാൻ ഒരു 9 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. 10:15 എത്തി. പതുക്കെയാണ് വന്നത്, വളരെ പതുക്കെയാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. 10:30 ആയപ്പോഴത്തേക്ക് അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അവർ നെടുമങ്ങാട് നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങ് വെഞ്ഞാറൂട്ടിൽ നിന്നാണ് വന്നത്. അവർ കാറിലെത്തി. ചേച്ചിയും ചേച്ചിയുടെ മൂത്ത മോളും കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞു തരാം. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാണ് കല്യാണ പെണ്ണ്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എൻ്റെ മോളാണ് കല്യാണ പെണ്ണ്. പിന്നെ എനിക്ക് മോളാണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പ്രായമുള്ള കണക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും അനിയത്തി എന്നാണ് പറയുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യം തൊട്ടേ കാണുന്നവർക്ക് അറിയായിരിക്കും. കൃഷ്ണപ്രിയ, അതായത് ഞാൻ വിളിക്കുന്നത് പൊന്നു എന്നാണ്. അപ്പോൾ പൊന്നു ഞാനും കൂടെ ചേർന്നാണ് ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിൽ പൊന്നുവിൻ്റെ ഹെൽപ്പിംഗ് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരു 7-8 മാസത്തോളം പൊന്നു എൻ്റെ കൂടെ ആയിരുന്നു ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് നാളായതേ ഉള്ളൂ പൊന്നു നാട്ടിലോട്ട്, അതായത് പൊന്നുവിൻ്റെ വീട്ടിലോട്ട് അമ്മയുടെ അടുത്തോട്ട് പോയിട്ട്. ഈ ഗ്രീൻ കളർ ഷർട്ട് ഇട്ടതാണ് കല്യാണ ചെറുക്കൻ. ഇവരുടെ ലവ് മാരേജ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ സാരി നോക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഒരുപാട് സാരികൾ, ഇപ്പോഴത്തെയുള്ള ട്രെൻഡി ആയിട്ടുള്ള സാരി കളക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. പൊന്നു കുറച്ച് കാര്യങ്ങൾ നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാരിയുടെ കാര്യത്തിലാണ് മെയിനായിട്ട് പറഞ്ഞത്. ചേച്ചി ഒരു 4-5 മണിക്കൂറത്തേക്ക് അല്ലെങ്കിൽ 5-6 മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് എമൗണ്ടിലുള്ള അല്ലെങ്കിൽ 20,000-30,000 രൂപയുടെ സാരി ഒന്നും വേണ്ട, എനിക്ക് എമൗണ്ട് കുറഞ്ഞ സാരി തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണ സാരി എടുക്കാൻ പോകുമ്പോഴത്തേക്കും, കല്യാണ സാരിയുടെ ആ സെക്ഷനിൽ പോകുമ്പോഴത്തേക്കും കല്യാണ പെണ്ണിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എമൗണ്ട് കുറഞ്ഞ സാരികൾ കാണത്തില്ല. 15,000, 20,000, 30,000 ആ റേഞ്ചിനുള്ള സാരികളെ അവിടെ കാണത്തുള്ളൂ. അപ്പോൾ ഇത്ര ഒരു 5-6 മണിക്കൂറത്തേക്ക് ഇത്രയും വലിയൊരു എമൗണ്ടിലുള്ള സാരി വേണ്ട എന്ന് അവൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ ഒരു ഒപ്പീനിയനിലോട്ട് എനിക്കത് റെസ്പെക്റ്റാണ് തോന്നിയത്. പിന്നെ എൻ്റെ കല്യാണ സാരിയും എനിക്ക് വലിയ എമൗണ്ടൊന്നും ആയിരുന്നില്ല, ഒരു 3,500 ആ ഒരു റേഞ്ചിലേ വന്നിട്ടുള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ പിന്നീട് കൂടിപ്പോയ 2-3 തവണ ഉടുക്കത്തേ ഉള്ളൂ. ഇതൊക്കെ അലമാരയിൽ പൊടിയടിച്ച് ഇരിക്കും. കാരണം ഇതൊക്കെ ഒരു 5 വർഷം 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഈ മോഡൽ സാരികളെല്ലാം ഔട്ട് ഓഫ് ഫാഷൻ ആവും. അപ്പോൾ നമ്മൾ ഉടുക്കാനും മടി കാണിക്കും. ഹെവി ആയിട്ടുള്ളതൊന്നും നമ്മൾ ഉടുക്കത്തില്ല എന്നും പറഞ്ഞ് കല്യാണ സാരി ഇപ്പം കൂടിയ എമൗണ്ടിന് എടുക്കുന്നവരെ ഞാൻ നെഗറ്റീവ് അടിച്ച് പറയുന്നതല്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം സെയിം പൊന്നും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് വെഡ്ഡിങ് സാരി സെക്ഷനിലോട്ട് പോകണ്ട, സോഫ്റ്റ് സിൽക്ക് സാരി ആ ഒരു സെക്ഷനിലോട്ടൊക്കെ ഒന്ന് പോയാൽ മതി എന്നാണ്. നമ്മൾ സാരി എടുത്തു. അത്യാവശ്യം നല്ല സാരി തന്നെ നമുക്ക് കിട്ടി. വലിയ എമൗണ്ടൊന്നും ആയിട്ടില്ല. അത്യാവശ്യം നല്ല സൂപ്പർ സാരി തന്നെ കിട്ടി. അത് കണ്ടാൽ തന്നെ നമുക്ക് നല്ല മതിപ്പ് തോന്നുന്നത്. നമുക്ക് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നു കേട്ടോ. അതെല്ലാം എടുത്തു. നമ്മൾ സാരി ഏതാണ് എടുത്തതെന്ന് കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കാൻ വന്നു. അതും അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. 25,000, 30,000, 15,000 ആ ഒരു എമൗണ്ടിനാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി അങ്ങനത്തത് വേണ്ട ചേച്ചി, അത്രയും എമൗണ്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി, അവളെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് അവൾക്ക് കുറച്ച് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കാന്നുള്ള പ്ലാൻ വന്നു. യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 5-നാണ് കല്യാണം. പക്ഷേ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് സാരി എടുക്കാൻ പോയിട്ടുള്ളത്. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഈ പ്രായമായവർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട് കർക്കിടക മാസം അത്ര നല്ലതല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടകത്തിൽ സാരി എടുക്കണ്ട എന്ന് വിചാരിച്ചത്. കാരണം അറിയാലോ, പ്രായമായവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചടങ്ങിന് അവരുടെ ഒപ്പീനിയൻ എന്തായാലും ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. ഇനി ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞ് കർക്കിടകം ആവും. പിന്നെ നമ്മൾ സൺഡേ, അതായത് ഈ വരുന്ന സൺഡേ
കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരു സാരി എടുക്കാനുണ്ടായിരുന്നു. സാരിയല്ല, അതായത് അത് അവൾ സ്റ്റിച്ച് ചെയ്ത് വേറൊരു മോഡലാക്കുന്നതാണ്. അപ്പോൾ അന്നത്തേക്കുള്ള ഡ്രസ്സും കൂടി എടുക്കണം. അപ്പോൾ അന്നത്തേക്കുള്ള ഡ്രസ്സും കൂടി ഇപ്പോൾ എടുക്കാനുള്ള പ്ലാനോടുകൂടി നിൽക്കുകയാണ് ചേച്ചി. അതായത് കല്യാണ പെണ്ണിൻ്റെ അമ്മ ചേച്ചി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ സൺഡേയിലത്തേക്കും കൂടി വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുന്നതാണ് കേട്ടോ. ഇപ്പം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് ദിവസം കൂടെ, ഇപ്പോൾ വേറെ ഏതെങ്കിലും മാസമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുത്താൽ മതി. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ ഡ്രസ്സ് എടുത്തത് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ഈ സൺഡേയിൽ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നതിന് ശേഷം പതുക്കെ നമുക്ക് ഡ്രസ്സ് എടുത്താലൊക്കെ മതിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കല്യാണ ചെറുക്കനുള്ള ഡ്രസ്സുകൾ കൂടെ എടുക്കാനുണ്ടായിരുന്നു. ജുബ്ബ, മുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. എനിക്ക് ആ സെക്ഷനിലോട്ട് വലിയ പിടുത്തമില്ല, കാരണം ജെൻസിൻ്റെ ഏരിയയിലോട്ട്. ലേഡീസിൻ്റെ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുവിധ നോളജ് വെച്ച് ഞാൻ പയറ്റി നിൽക്കും. പക്ഷേ ജെൻസിൻ്റെ ഏരിയ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് അവരൊക്കെ പോയി അങ്ങ് ഡ്രസ്സൊക്കെ എടുത്തു. ഞാനും അനിയത്തിയും കൂടെ ഇവിടെ ഇരുന്നു. ഇതാണ് ചേച്ചിയുടെ മൂത്ത മോള് ചിന്നുവും പൊന്നും ഒക്കെ നമ്മൾ കുഞ്ഞിലേ നമ്മൾ ഒരുമിച്ച് കണ്ട് വളർന്ന ആൾക്കാരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പൊന്നുവിൻ്റെ കല്യാണം ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത്. കാരണം ഇവരൊക്കെ വലുതായി എന്ന് തന്നെ ഉൾക്കൊള്ളാൻ എന്തോ പോലെ കേട്ടോ. ചിന്നുവിൻ്റെ കല്യാണം തന്നെ എനിക്ക് ഞെട്ടലായിരുന്നു. ഈശ്വര, ഇവരൊക്കെ വലുതായില്ല എന്നുള്ളത്. പിന്നെ ചിന്നുവിൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നു. ഞാനായിരുന്നു മേക്കപ്പ്. അതുപോലെ തന്നെ പൊന്നുവിൻ്റെ കല്യാണത്തിന് ഞാൻ തന്നെയാണ് മേക്കപ്പ്, ഞാനും തന്നെയും. അങ്ങനെ ഇവരിവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഞാനും ചിന്നുവും കൂടി താഴത്തെ ഫ്ലോറിൽ പോയി എൻ്റെ ഒരു ടോപ്പിന്, അതായത് ടോപ്പ് തയ്ക്കാൻ വെച്ചിരിക്കുന്ന ഒരു മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ നാട്ടിൻ്റെ അവിടുത്തെയുള്ള ഷോപ്പിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ സിറ്റിയിലോട്ട് പോകുമ്പോഴും വേരിയേഷനുണ്ട്, എമൗണ്ടിൽ വേരിയേഷനും ഉണ്ട്, ക്വാളിറ്റിയിലും വേരിയേഷനുണ്ട്. ഈ ഒരു ലെഹങ്കയുടെ മോഡൽ ഒരു 30,000 രൂപ ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ഇത് നമ്മൾ എമൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പൊക്കിയതാണ് കേട്ടോ. ഇതെടുത്ത് പൊക്കാൻ കൂടി പറ്റില്ല, അപ്പോൾ ഇത് ഇട്ടുകൊണ്ട് നിൽക്കുന്നവരുടെ അവസ്ഥ. പിന്നെ ഇതിൻ്റെ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൾ പിന്നെ സ്കർട്ട് ഇട്ടിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇട്ടേക്കണം കണ്ടപ്പോഴത്തേക്ക് അവൾ എന്താണ് സംഗതി എന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ റിസപ്ഷനുള്ള ഡ്രസ്സ് ഇല്ല, പറ്റത്തില്ല, ഇത് ഭയങ്കര എമൗണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വഴി പോയപ്പോഴാണ് ഡിസ്പ്ലേയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അടുത്ത് ചെന്നതാണ്. എന്നായാലും നമുക്കറിയാമായിരുന്നു അത് നല്ല എമൗണ്ട് ആയിരിക്കുമെന്ന്. പിന്നെ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് മനസ്സിലായി അത് ശരിയാവത്തില്ല, നമുക്ക് പുറത്തുനിന്ന് വേറെ മെറ്റീരിയലായിട്ട് എടുത്ത് നല്ല മോഡലിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തോട്ട് പോയി. മുബാറക്കിലാണ് പോയത്. ഈ ഒരു മുബാറക്ക് എന്ന് പറയുന്ന പ്ലേസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഹോട്ടൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ടലാണ്. കാരണം എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഞാൻ മുബാറക്കിലാണ് ചെയ്തത്. പിന്നെ അവിടെ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. മൊത്തം ചാലയ്ക്കകത്ത് ഏകദേശം മൊത്തം ഷോപ്പുകളും ക്ലോസ്ഡ് ആയിരുന്നു. ആരോ പെട്ടെന്ന് മരിച്ചത് കൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ അടുത്തുള്ള ഷോപ്പിലോട്ട് പോവുകയാണ് ചെയ്തത്. ഇവിടെ ഒരു വമ്പൻ കോമഡി ഉണ്ടായി. കാരണം നമ്മൾ മെനു കാർഡ് കൊണ്ടുവന്ന് നമ്മൾ മെനു കാർഡിൽ നോക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെ സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ അതിനിടയിൽ നമ്മൾ മന്തി പറയുന്നുണ്ടായിരുന്നു, മന്തി ഓർഡർ ചെയ്യാന്ന്. പക്ഷേ അതിനിടയ്ക്ക് മന്തി കൊണ്ടുവന്ന് വെച്ചത്, യഥാർത്ഥത്തിൽ നമ്മൾ വെയിറ്ററിനോട് പറഞ്ഞിരുന്നില്ല മന്തി വേണമെന്ന്. പക്ഷേ അതിനിടയ്ക്ക് മന്തി കൊണ്ടുവന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നിന്ന് ചിരിച്ച്. പിന്നെയാണ് മനസ്സിലായത് ഓർഡർ തെറ്റി, മേശ തെറ്റി, ടേബിൾ തെറ്റി വന്നതാണെന്ന്. പിന്നെ കഴിച്ച് തീരാറായപ്പോൾ ഒരു ജ്യൂസ് പറഞ്ഞു. അപ്പോൾ അത് അവളെക്കാളെ ഹൈറ്റിന്, പൊന്നിനേക്കാളെ ഹൈറ്റിന് ഉള്ളത് കൊണ്ട് അവൾ എണീറ്റ് നിന്നൊക്കെയാണ് കുടിച്ചത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജയലക്ഷ്മിയിലോട്ടല്ല ആദ്യം പോയത്, പിന്നെ നമ്മൾ RK മോളിലോട്ടാണ് പോയത്. അവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ, സത്യം പറയാൻ ഞാനാണെങ്കിൽ മന്തിയും കൂടെ ആയപ്പോഴത്തേക്കും നല്ലൊരു മയക്കം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ഫീലായിപ്പോയി കേട്ടോ. പക്ഷേ ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിച്ചിരുന്നില്ല. പിന്നെ ചിന്നുവിന് കുറച്ച് മെറ്റീരിയൽ നോക്കണമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ വളയുടെ സെക്ഷനിലായിട്ട് അറിയാതെ വന്ന് പെട്ടുപോയതാണ്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് അത് കണ്ടപ്പോഴത്തേക്കും എല്ലാം അങ്ങ് പർച്ചേസ് ചെയ്യാനാണ് തോന്നിയത്. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ വളകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ഇങ്ങനത്തെ വളകളൊന്നും ഇടാറില്ല. പക്ഷേ കൊച്ചിലെ ഞാൻ ഒരുപാട് വളകളൊക്കെ ഇടുമായിരുന്നു. ഇപ്പം ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ കുറേ കമ്മലിൻ്റെ കളക്ഷനും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും റേറ്റ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് വേണം പറയാൻ. പിന്നെ കല്യാണ ചെറുക്കിന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു സെക്ഷനിലൊക്കെ പോയി. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഏതാണ്ട് കിറിയടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു, ഒട്ടും വയ്യാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പൊന്നോട് ചോദിച്ചു, ചേച്ചി അണങ്ങല്ലാന്ന്. ഞാൻ പറഞ്ഞു, എടി ഞാൻ അണങ്ങടി, എനിക്ക് ഒട്ടും വയ്യ, എല്ലാം ഉറക്കം പറഞ്ഞത് കേട്ടോ. പിന്നെ കല്യാണ ചെറുക്കന് ജയലക്ഷ്മിയിൽ നമ്മൾ ജുബ്ബ നോക്കി. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ RKയിലും വന്ന് ജുബ്ബ നോക്കി. അപ്പം ഏതാണ് കൊള്ളാവുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ
ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെയും വീണ്ടും ഞാൻ അകത്തോട്ട് കയറി. ഇനിയിപ്പോൾ ഞാൻ ഓണത്തിന് എന്തായാലും വീട്ടിലത്തേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലത്തേക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് മിക്കവാറും ഓണത്തിനായിരിക്കും കേട്ടോ. എൻ്റെ പൊന്നെ, അവിടേക്ക് ആ സമയമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, ഒരു രക്ഷയും കാണില്ല. സത്യം പറഞ്ഞാൽ ഇപ്പം പോയി എടുക്കുന്നതായിരിക്കും ഒരു വിധത്തിൽ നല്ലതെന്ന് വേണം പറയാൻ. പിന്നെ ഇപ്പം വലിയ കളക്ഷനൊന്നും വന്നിട്ടില്ല. ഓണത്തിനോടനുബന്ധിച്ചായിരിക്കും ഒരുപക്ഷെ കർക്കിടകം പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും കളക്ഷൻസൊക്കെ ഇറങ്ങുന്നത്. ഇപ്പോൾ കളക്ഷൻ വളരെ കുറവാണെന്ന് വേണം പറയാൻ. പിന്നെ ആടി സെയിൽ എന്ന് പറയുന്നത് ഭയങ്കര ഓഫറായിരുന്നു പണ്ടല്ല. പക്ഷെ ഇപ്പോൾ ആടി സെയിൽ എന്ന് പറയുന്നത് ഈ വിറ്റഴിഞ്ഞ് പോകാത്ത സാധനങ്ങൾ അവരെടുത്തിടുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു കല്യാണം ആകുമ്പോൾ എന്തുമാത്രം ഒരുക്കങ്ങളാണെന്ന് അറിയാമോ, ഏതൊക്കെ സൈഡിൽ നിന്നാണെന്ന് അറിയാമോ? സത്യം പറയാമല്ലോ, കല്യാണം നടത്തിയവർക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. പിന്നെ കുറച്ച് ഡ്രസ്സ്, അതായത് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ചിന്നും പൊന്നും ഡ്രസ്സ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പറയാമല്ലോ, ക്വാളിറ്റിയും ഉണ്ട്. നമ്മളെ വീട്ടിൻ്റെ അവിടെയൊക്കെ 150 ഉള്ള, പക്ഷേ നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കിട്ടും. 150 ഉള്ള ടോപ്പുകൾ അല്ലെങ്കിൽ ബനിയനുകളൊക്കെ ഒരു 200-250 രൂപ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റികളുണ്ട്. അപ്പോൾ അത് നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടോപ്പുകൾ കിട്ടും. പിന്നെ ഞാനും വീട്ടിൽ നൈറ്റ് ഡ്രസ്സായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ബനിയനും പാൻറ്റും എല്ലാം സെപ്പറേറ്റ് വാങ്ങിച്ച് തന്നെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ ചെറുതായിട്ട് പ്ലാൻ മാറ്റി വരെയാണ് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് നൈറ്റിയുടെ മെറ്റീരിയലുകൾ വാങ്ങിച്ചിട്ട് അതിനെ ടോപ്പാക്കാം എന്നുള്ള മൈൻഡോട് കൂടി ഇരിക്കുകയാണ്. കാരണം അമ്മ സ്റ്റിച്ചിങ് ചെയ്യുന്നുള്ളത് കൊണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുള്ളത് എല്ലാം എടുത്തോണ്ട് ബില്ലിംഗ് സെക്ഷനിലോട്ട് വന്നു. പിന്നെ നമ്മൾ വീട്ടിലത്തേക്ക് നമ്മൾ ഡ്രസ്സൊന്നും എടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അതൊക്കെ ഓണത്തിന് എടുക്കാമെന്ന്. പിന്നെ മോനോട്ടന് കുറച്ച് ബനിയനും പാൻറ്റും എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ക്വാളിറ്റി ഉള്ള 39 രൂപയ്ക്കും 29 രൂപയൊക്കെ ഉള്ളു കേട്ടോ. പക്ഷെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണെന്ന് തോന്നി, നല്ല തുണികളാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അവനിടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഡ്രസ്സുകൾ എടുത്തു. അതെല്ലാം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയാണ്. ആർക്കെ വെഡ്ഡിങ് മോളിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ജയലക്ഷ്മിയിലോട്ടാണ്. സത്യം പറയാമല്ലോ, ജയലക്ഷ്മിയിലോട്ട് കയറി ഈ 4-5 പേരില്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റായിട്ട് പോയി. 2 പേര് ചേർന്ന് പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ എവിടെയാണ് നിൽക്കണമെന്ന് പോലും എനിക്കറിയാൻ വയ്യാണ്ടായിപ്പോയി. പിന്നെ ലിഫ്റ്റിലും കയറി സ്റ്റെപ്പിലൊക്കെ കയറി ഞാൻ എല്ലാവരും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടന്ന്. എൻ്റെ ഫോൺ കാറിനകത്തിരിക്കുന്നു. പിന്നെ ഫോൺ കൈ കിട്ടി, എല്ലാവരെയും കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്കും അതിന് 5 മണിയായി. എല്ലാ പർച്ചേസിങ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ജയലക്ഷ്മിയിൽ കുറച്ച് സാരികളും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈനിങ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങനെ 5:15 ആയപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി നേരെ പിന്നെ ഒരു ചായ കുടിച്ചോളാൻ വയ്യാണ്ടായിരിക്കുകയായിരുന്നു. അങ്ങനെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ സ്കൂട്ടിയിലാണ് പോണത്, ഇവരെല്ലാവരും കാറിലാണ് അങ്ങ് പോണത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ 1-2 ഷോപ്പിലും കൂടെ അവർക്ക് കയറാനുണ്ട്. എനിക്കിപ്പോൾ ചായ കുടിക്കുമ്പോൾ സത്യം പറയുന്ന ഒരു ടേസ്റ്റും എനിക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കോഫിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ചായ കുടിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും അറിയാനേ പറ്റത്തില്ല കേട്ടോ. ചായ കൂടിപ്പോയോണ്ടാണോ എന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ എല്ലാവരും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാനും വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ എൻ്റെ സ്കൂട്ടി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ മോനോട്ടിന് 1-2 കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോണത്. കാരണം ഒന്നും വാങ്ങിക്കാതെ വീട്ടിൽ കയറുമ്പോഴത്തേക്ക് ആകെ സീനാക്കും. അതുകൊണ്ട് മോനോട്ടിന് ഒരു ചെറിയ ഈ പത വരുന്ന, അതായത് കുമിള വരുന്ന കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. ഇനി ഈ വരുന്ന സൺഡേ കല്യാണം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരുന്ന ചെറിയൊരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.